മക്കളെ ഒരു മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത് കേട്ടോ. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മിസ് ഞങ്ങൾക്ക് പുതിയതായിട്ടൊരു പോയം കാണുന്ന സമയത്ത് അതിനകത്തുള്ള പോയറ്റിക് ഡിവൈസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ ക്രിസ്മസ് എക്സാം ആണെങ്കിലും അല്ലെങ്കിൽ മോഡൽ എക്സാം ആണെങ്കിലും അതിലൊക്കെ തന്നെയും അല്ലെ റിവ്യൂ അല്ലെങ്കിൽ അപ്രിസിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ള പോയംസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ സമയത്തൊക്കെ തന്നെയും കുട്ടികൾ ഫേസ് ആയിട്ടുള്ള വലിയൊരു ബുദ്ധിമുട്ട് പോയറ്റിക് ഡിവൈസസ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് കേട്ടോ. അപ്പം മിസ് ഈ വീഡിയോൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള കുറച്ച് പോയറ്റിക് ഡിവൈസ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കുറച്ച് പോയറ്റിക് ഡിവൈസ് പറഞ്ഞുതരാം. സോ അത് പറഞ്ഞതിനുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഏത് പോയം കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ പോയറ്റിക് ഡിവൈസ് ഏതാണെന്നുള്ളത് പിക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി കഴിയും. പിന്നെ നമുക്ക് പഠിക്കാനുള്ള പോയംസ് ഉണ്ടല്ലോ അതിൻ്റെ അകത്തുനിന്നുള്ള മെയിൻ ആയിട്ടുള്ള പോയറ്റിക് ഡിവൈസും കാണിച്ചു തരാം കേട്ടോ. സോ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫ്രണ്ട്സും പഠിക്കട്ടെ അല്ലെ, അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഓൾസോ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ താഴെ നിങ്ങൾ കമന്റ് ചെയ്യും ചെയ്യാം. സോ ഫസ്റ്റ് വൺ പേഴ്സോണിഫിക്കേഷൻ ആണ്. എന്താണ് ഈ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, നമ്മൾ ഒരു പേഴ്സൺ അല്ലാത്ത ഹ്യൂമൻ ബീയിങ് അല്ലാത്ത ഏതെങ്കിലും ഒരു സാധനത്തിന് ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ക്വാളിറ്റി കൊടുക്കുന്നതിനാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയാം കേട്ടോ. സോ പേഴ്സോണിഫിക്കേഷൻ ഇസ് എ ലിറ്റററി ഡിവൈസ് വെർ ഹ്യൂമൻ ക്വാളിറ്റീസ് ആർ ക്യാരക്ടറിസ്റ്റിക്സ് ആർ ഗിവൻ ടു ആനിമൽസ്, ഒബ്ജെക്ട്സ് ഓർ അബ്സ്ട്രാക്ട് ഐഡിയാസ്. അതിനകത്ത് വേണമെങ്കിൽ സ്നേഹം, ലവിന് വേണമെങ്കിൽ അവിടെ ഒരു പേഴ്സണിന്റെ ക്വാളിറ്റീസ് കൊടുക്കാം. ഓക്കെ, സോ എന്താണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പേഴ്സൺ അല്ലാത്ത ഹ്യൂമൻ ബീയിങ് അല്ലാത്ത എന്തിനും, അതൊരു ആനിമൽ ആവും, ഒരു ഒബ്ജക്റ്റ് ആവും, ഒരു ഐഡിയ ആവാം, അതിനൊക്കെ ഹ്യൂമൻ ബീയിങ്സിന്റെ ക്വാളിറ്റി കൊടുക്കുന്നതാണ്. ഏറ്റവും നല്ല എക്സാമ്പിൾസ് ആണ് എന്ത്, വിൻഡ് വിസ്പേർഡ് ഇൻ മൈ ഇയേഴ്സ്, കാറ്റ് വന്ന് സ്വകാര്യം പറഞ്ഞു. ദ ട്രീസ് ഡാൻസ്ഡ് ഇൻ ദ വിൻഡ്, എന്താണ് മരങ്ങൾ കാറ്റ് താടി അല്ലെ. ദ സ്റ്റാർസ് വിങ്ഡ് അറ്റ് മീ, നക്ഷത്രം എന്നെ നോക്കി കണ്ണ് ചിമ്മി. സോ ഇതൊക്കെ തന്നെ ഹ്യൂമൻ ബീയിങ്സ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ എന്താണ് ഇവിടെ അതിന് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ ആണ് പറയാം കേട്ടോ. അതിന്റെ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. ഇഫ് എന്ന് പറഞ്ഞ പോയിന്റ് അകത്ത് കിപ്ലിംഗ് പറയുന്നുണ്ട് ട്രയംഫ് ആൻഡ് ഡിസാസ്റ്ററിനെ രണ്ട് ഇമ്പോസ്റ്റേഴ്സ് ആയിട്ട് പറയുന്നുണ്ട്. അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇത് മേ ബി നിങ്ങൾക്ക് 2 മാർക്ക് ക്വസ്റ്റനിലൊക്കെ വരാൻ ചാൻസ് ഉള്ളതാണ്. കിപ്ലിംഗ് അതിനകത്ത് ട്രയംഫിനെയും ഡിസാസ്റ്ററിനെയും രണ്ട് ഇമ്പോസ്റ്റേഴ്സ്, രണ്ട് വേഷം മാറി വരുന്ന ആൾക്കാരായിട്ട് പറയുന്നുണ്ട്. സോ അതൊരു പേഴ്സോണിഫിക്കേഷൻ ആണ്. ഡെത്ത് ദ ലെവലർ, ഓക്കെ ഞാൻ ഇത് മാർക്ക് ചെയ്തരാം. നിങ്ങൾ വേണമെങ്കിൽ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാം കേട്ടോ. നിങ്ങൾക്ക് എക്സ്ട്രാ റെഫറൻസിന് പഠിക്കണം, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാം. സോ ഡെത്ത് ദ ലെവലർ എന്ന് പറഞ്ഞ പോയമിൻ്റെ അകത്ത് എന്താണ്, അവിടെ ഡെത്തിനെ പേഴ്സോണിഫൈ ആണ് ചെയ്യുന്നത് അല്ലെ. ഡെത്ത് എല്ലാത്തിനെയും ഈക്വൽ ആക്കുന്ന ഈക്വലൈസർ ആയിട്ടാണ് പറയുന്നത് അല്ലെ. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഐസി ഹാൻഡ്സ് വെച്ചിട്ട് എല്ലാവരെയും അല്ലെ, എത്ര സ്ഥാനത്തിൽ മേലുള്ള ആൾക്കാരായാലും താഴെയുള്ള ആൾക്കാരാണെങ്കിലും ഒരേപോലെ കാണുന്നു എന്നുള്ള പോലെ പറയുന്നുണ്ട്. നെക്സ്റ്റ് സൺറൈസ് ഓൺ ദ ഹിൽസിന്റെ അകത്തും ഒരു പേഴ്സോണിഫിക്കേഷൻ നമുക്ക് കാണാം. എവിടെയാണ് ദ സൺ, ആ സണ്ണിനൊക്കെ പറയുന്നുണ്ടല്ലോ എന്ത്, ഒരു വാരിയർ ആയിട്ട്, ഒരു അല്ലെ യുദ്ധം ജയിച്ച് വരുന്ന ഒരു വാരിയർ ആയിട്ട് പറയുന്നുണ്ട്. ഡിസ്ക്രൈബ്ഡ് ആസ് എ വാരിയർ ആൻഡ് എ മോർണിംഗ് വിൻഡ്. ആ വിൻഡിന് എന്താണ്, വേക്സ് ദ ഫ്ലവേഴ്സ്. അതിനകത്ത് വേറൊരു കാര്യം പറയുന്നുണ്ട്, ആ ഒരു വിൻഡ് വന്നിട്ട് വാലീസിന്റെ ഉമ്മ വെക്കുന്നത് പറയുന്നുണ്ട്. അതും ഒരു പേഴ്സോണിഫിക്കേഷൻ ആണ് കേട്ടോ. നെക്സ്റ്റ് ടു സ്ലീപ്പ് എന്ന് പറഞ്ഞ പോയം, ഇത് പ്രത്യേകം ഓർത്ത് വെച്ചേക്കുക, സോണറ്റ് ആണ് കേട്ടോ. ഇനി വേറൊരു എക്സ്ട്രാ പോയിന്റ് ഞാൻ പറഞ്ഞിട്ടെ മക്കളെ, ഒരു സോണറ്റിന്റെ സ്ട്രക്ചർ എന്താന്ന് ഓർമ്മയുണ്ടോ? ആദ്യം ഒരു ഒക്ടേവും പിന്നെ ഒരു സെസ്റ്ററ്റും ആണ്. ഒക്ടേവ് എന്ന് പറഞ്ഞാൽ 8 ലൈൻസ് ആണ്, സെസ്റ്ററ്റ് എന്ന് പറഞ്ഞാൽ 6 വരികളാണ്. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. അതിന്റെ റൈം സ്കീം എന്താണെന്നുള്ളതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ABBA CD എന്നുള്ള പോലെയാണ് അതിന്റെ ഒരു റൈം സ്കീം വരിക. നിങ്ങൾ താഴെ ഒന്ന് റൈം സ്കീം കമന്റ് ചെയ്യുക കേട്ടോ. കറക്റ്റ് സോണറ്റിന്റെ ഒരു റൈം സ്കീം എന്താണെന്നുള്ളത് നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യാം. യെസ്, സോ ഇവിടെ നിങ്ങൾ ടു സ്ലീപ്പ് എന്ന് പറഞ്ഞ പോയമിന്റെ അകത്ത് ഏതാണ് നോക്കി വെക്കേണ്ടത്? വേർഡ്സ്വർത്ത് അവിടെ സ്ലീപ്പിനെ 2 തരത്തിൽ പേഴ്സോണിഫൈ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? ഒന്ന് മദർ ഓഫ് ഫ്രഷ് തോട്ട്സ് അല്ലെ, മദർ ഓഫ് ഫ്രഷ് തോട്ട്സ് എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കം ദി അല്ലെ, ഇങ്ങോട്ട് വരൂ എന്ന് പറയുന്നുണ്ട്. സോ അതും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഏറ്റവും മെയിൻ ആയിട്ട് ആ മദർ ഓഫ് ഫ്രഷ് തോട്ട്സ് എന്നുള്ളത്. സോ നമ്മൾ പേഴ്സോണിഫിക്കേഷൻ പഠിച്ചു. ഇനി നെക്സ്റ്റ് വൺ മെറ്റഫർ ആണ്. മെറ്റഫർ എന്ന് പറയുമ്പോൾ ഡിറക്റ്റ് കമ്പാരിസൺ ആണ് കേട്ടോ. ഡിറക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യാന്നുള്ളതാണ് അല്ലെ. സോ മെറ്റഫർ ഇസ് എ ഡിറക്റ്റ് കമ്പാരിസൺ. അത് ഓർത്ത് വെച്ചാൽ മതി. ബിറ്റ്വീൻ 2 അൺറിലേറ്റഡ് തിങ്സ്, ഒരുപോലെ അല്ലാത്ത 2 സാധനങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്യുന്നതിനാണ് നമ്മൾ മെറ്റഫർ എന്ന് പറയുന്നത് അല്ലെ. ആൻഡ് യൂസിങ് ദാറ്റ് ഷെയർ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് വിത്തൗട്ട് യൂസിങ്, അതും നോക്കി വെക്കുക. വിത്തൗട്ട് യൂസിങ് ആസ് ഓർ ലൈക്ക്. വിത്ത് യൂസിങ് ആസ് ഓർ ലൈക്ക് ആണെങ്കിൽ എന്താണ്, സിമിലി ആണ് അല്ലെ. യെസ്, സോ അതിന്റെ എക്സാമ്പിൾസ് ഡെത്ത് ദ ലെവലറിന്റെ അകത്ത് സ്കെപ്റ്റർ ആൻഡ് ക്രൗൺ, അതായത് ചെങ്കോലും പിന്നെ നമ്മുടെ ഇതും സിംഹാസനവും അതിനെ പറയുന്നുണ്ട്. ആർ മെറ്റഫേഴ്സ് ഫോർ റോയൽറ്റി ആൻഡ് പവർ. അത് നല്ലൊരു മെറ്റഫർ ആണ് കേട്ടോ. സ്കെപ്റ്റർ ആൻഡ് ക്രൗൺ എന്തിന്റെ ഒരു സിമ്പിളാണ്? റോയൽറ്റി ആൻഡ് പവർ അല്ലെ, രാജഭരണത്തിന്റെ ഒരു സിമ്പിളാണ്. ആൻഡ് സ്കൈത്ത് ആൻഡ് സ്പീഡോ, സാധാരണ പണിക്കാരുടെ ആയുധങ്ങളാണ് അല്ലെ. സോ സാധാരണ പണിക്കാരോട് ഉപമിക്കാൻ വേണ്ടിയിട്ടാണ് ആ പറഞ്ഞ സ്കൈത്ത് ആൻഡ് സ്പീഡ് എന്ന് വെച്ചാൽ നമ്മുടെ കൈക്കോട്ട് എന്നൊക്കെ രീതിക്കുള്ള ടൂൾസ് ആണ്. സ്കെപ്റ്റർ ആൻഡ് ക്രൗൺ എന്ന് പറയുമ്പോഴോ രാജാവിനെ സിംബലൈസ് ചെയ്യാനാണ്. നെക്സ്റ്റ് വൺ ഇഫ് എന്ന് പറഞ്ഞ പോയമിന്റെ അകത്ത് ദ അൺഫോർഗിവിംഗ് മിനിറ്റ്
അല്ലെ, അവിടെ എന്താണ്, ഇസ് എ മെറ്റഫോർ ഫോർ ദ റെലൻലെസ് ആൻഡ് പ്രഷ്യസ് നേച്ചർ ഓഫ് ടൈം. സമയത്തിന്റെ ആ ഒരു നേച്ചറിനെ കാണിക്കാൻ വേണ്ടി ആ ഒരു മെറ്റഫർ അവിടെ അൺഫോർഗിവിംഗ് മിനിറ്റ് എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് ടു സ്ലീപ്പിന്റെ അകത്ത് ബ്ലെസ്ഡ് ബാരിയർ ബിറ്റ്വീൻ ഡേ ആൻഡ് ഡേ, അല്ലെ, ബ്ലെസ്ഡ് ബാരിയർ എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു ദിവസത്തിന് അല്ലെ ബിറ്റ്വീൻ വൺ ഡേ ആൻഡ് ഡേ, അതിന് അതും ഒരു മെറ്റഫർ ആണ് നമുക്ക് വേണ്ടി പറയാൻ വേണ്ടി കഴിയും കേട്ടോ. നെക്സ്റ്റ് വൺ, പിന്നെ ഇത് വേറെ നിങ്ങളുടെ ഒരു എക്സാമ്പിൾ ആണ്, ഒരു അലിട്രേഷന്റെ. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, മിസ് അലിട്രേഷൻ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? അലിട്രേഷൻ ഈസിയാണ് കേട്ടോ. ഒരു ലൈനിന്റെ അകത്ത് കോൺസണന്റ് സൗണ്ട്സ് പ, ബ, ക, ഗ, ട, ഡ, മ, ന, ല, ഫ, സ ഇങ്ങനെയുള്ള വവൽ സൗണ്ട്സ് അല്ലാണ്ട് കോൺസണന്റ് സൗണ്ട്സ് ഒരു വരിയിൽ ഏതെങ്കിലും വേർഡ്സിന്റെ ബിഗിനിങ്ങിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? അലിട്രേഷൻ എന്ന് പറയാം കേട്ടോ. സോ ബ്ലെസ്ഡ് ബാരിയർ എന്ന് പറയുമ്പോൾ ബ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതൊരു അലിട്രേഷൻ ആണ്, നിങ്ങളോട് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി അടുത്തത് സിമിലി ആണ്. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന സാധനമാണ് എന്ത്? ആസ് ഓർ ലൈക്ക്, അല്ലെ, വളരെ ഈസി ആണല്ലോ. ആസ് ഓർ ലൈക്ക് വെച്ചുള്ള ഒരു കമ്പാരിസൺ ആണ് സിമിലി. സോ ഇതിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാന്ന് മാത്രം നോക്കിയാൽ മതി. റെക്ക് ഓഫ് ദ ടൈറ്റാനിക്കിനകത്ത് ഷിപ്പ് ഇസ് കമ്പയർഡ് ടു എ ഫിഷ്, ഷിപ്പിനെ ഒരു ഫിഷ് ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഓർക്ക പോലും ചെയ്യാത്ത സാധനങ്ങളായിരിക്കും, അതൊന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. നെക്സ്റ്റ് സൺറൈസ് ഓൺ ദ ഹിൽസിൽ ക്ലൗഡ്സ് ആർ കമ്പയർഡ് ടു ആൻ ആർമി, അല്ലെ, ലൈക്ക് എന്താണ് ആ ഒരു എന്താ പറയാ യുദ്ധത്തിൽ തോറ്റ സോൾജേഴ്സിനെ പോലെ എന്ന് പറയുന്നില്ലേ. സോ ലൈക്ക്, അല്ലെ, അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓർ ഷാറ്റേർഡ് ലാൻസസ് ആഫ്റ്റർ എ ബാറ്റിൽ, അപ്പം അതെന്താണ്? ഒരു സിമിലിയാണ്, അത് ഓർത്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് ഇനി ആനഫോറയാണ്. ആനഫോറ കുറെ പേർക്ക് വലിയ പരിചയമില്ലാത്തൊരു ഒരു ഡിവൈസ് ആണ്. ആനഫോറ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ലൈൻസിന്റെ ബിഗിനിങ്ങിൽ സെയിം സാധനം റിപ്പീറ്റ് ചെയ്യുക. ഇഫ് എന്ന് പറഞ്ഞ പോയം അതിനകത്തില്ലേ ഇഫ് 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 ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതിനാണ് നമ്മൾ അനഫോറ എന്ന് പറയാം കേട്ടോ. സോ അതിന്റെ എക്സാമ്പിൾ അത് തന്നെയാണ്. ദ റെപ്പിറ്റേഷൻ ഓഫ് ദ വേർഡ് ഇഫ് at the start of most lines emphasizes the many conditions of a person must need to achieve true greatness. So if ആണ് അവിടുത്തെ എന്ത്? അനഫോറ എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി അടുത്ത വണ്ണ് ഇമേജറി ആണ്. ഇമേജറി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മക്കളെ മെയിൻ ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് വിഷ്വൽ ഇമേജറി. വിഷ്വൽ ഇമേജറി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ലൈൻസ് വായിക്കുമ്പോൾ നമുക്കത് അതിന്റെ ഒരു വിഷ്വൽ ഇമാജിൻ ചെയ്യാൻ വേണ്ടി കഴിയും. ഓഡിറ്ററി ഇമേജറി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വായിക്കുമ്പം ആ സൗണ്ട് നമുക്ക് ഇമാജിൻ ചെയ്യാൻ വേണ്ടി കഴിയും. ടാക്ടൈൽ ഇമേജറി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വായിക്കുമ്പം നമ്മുടെ ബോഡിയിലുള്ള ആ ഒരു ടച്ച്, അല്ലെ, അത് മേ ബി കൂടുതൽ എക്സാമ്പിൾ ഞാൻ പറയാം, ഹഗ്, കിസ്, അല്ലെങ്കിൽ ഒരു തലോടല്, ഇതൊക്കെ തന്നെ എന്താണ്? ഒരു ടാക്ടൈൽ ഇമേജറിയാണ്. ഇനി ഗസ്റ്റേറ്ററി എന്ന് പറയുമ്പോൾ എന്താണ്? റിലേറ്റഡ് ടു ടേസ്റ്റ് ആണ് കേട്ടോ. എന്തെങ്കിലും ഹണീന്റെ അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും ഒക്കെ ടേസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ അതിനെ ഗസ്റ്റേറ്ററി. ഇനി ഓൾ ഫാക്ടറി എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? സ്മെല്ലിനെ കുറിച്ച് പറയുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇമേജറീസ് കുറച്ചെണ്ണം നോക്കാം. എക്സാമ്പിൾസ് ടു സ്ലീപ്പിന്റെ അകത്ത് പറയുന്നുണ്ട്. ടു സ്ലീപ്പിൽ നിങ്ങൾക്ക് കുറേ ഇമേജറീസ് കാണാൻ വേണ്ടി കഴിയും അല്ലെ. അതിനകത്ത് എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, ദ സൗണ്ട് ഓഫ് റെയിൻ, മർമറിംഗ് ഓഫ് ബീസ്, ഇതൊക്കെ തന്നെ എന്താണ്? ഇമേജറീസ് ആണ് കേട്ടോ. ഫ്ലോക്ക് ഓഫ് ഷീപ്പ് ഒരു വിഷ്വൽ ഇമേജറിയാണ്. സൗണ്ട് ഓഫ് റെയിൻ അല്ലെ ഓഡിറ്ററി ഇമേജറിയാണ്. മർമറിംഗ് ഓഫ് ബീസ് എന്താണ്? അതും ഒരു ഓഡിറ്ററി ഇമേജറിയാണ്. സൺറൈസ് ഓഫ് ദ ഹിൽ ഓൺ ദ ഹിൽസിനകത്ത് നിങ്ങൾക്ക് കാണാം ക്ലാങ്ങിങ് ഗൾ, അതെന്താണ്? ഓഡിറ്ററി ഇമേജറിയാണ്. മ്യൂസിക് ഓഫ് ദ വില്ലേജ് ബെൽ, മണി മുഴങ്ങുന്ന ശബ്ദം, അതൊക്കെ തന്നെ എന്താണ്? ഓഡിറ്ററി ഇമേജർ ആണ് കേട്ടോ. നെക്സ്റ്റ് ആണ് എപ്പോസ്ട്രോഫി. എപ്പോസ്ട്രോഫി എന്താന്നുള്ളത് ഇതേപോലെ തന്നെ നിങ്ങൾ മേ ബി ഫെമിലിയർ അല്ലാത്ത പുതിയൊരു സംഗതി ആയിരിക്കും. എന്താണ്? പോയറ്റ് ഒരു ആബ്സെന്റ് പേഴ്സൺ, അവിടെ ഇല്ലാത്തൊരാള്, ഒരു ആളാവാം അല്ലെങ്കിൽ ഒരു ഐഡിയ ആവാം, ഈ ഒരു സാധനത്തിനോട് ഒരു റിക്വസ്റ്റ് ചെയ്യുന്ന പോലെയാണ്. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഏത്? നമ്മുടെ ടു സ്ലീപ്പ് എന്ന് പറയുന്ന ആ ഒരു സോണറ്റ് കേട്ടോ. സോ ഡിവൈസ് വെർ ദ പോയറ്റ് അഡ്രസ്സസ് ദ ആബ്സെന്റ് പേഴ്സൺ ആൻഡ് അബ്സ്ട്രാക്ട് ഐഡിയ. ഉറക്കം എന്ന് പറഞ്ഞാല് എന്താ? ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ആണ് അല്ലെ. അപ്പൊ ആ ഉറക്കത്തിനോടാണ് അത് അഡ്രസ് ചെയ്യുന്നത്. ഓർ തിങ്സ് ആസ് ഇഫ് ഇറ്റ് വെർ പ്രസന്റ് ആൻഡ് കേപ്പബിൾ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്ക അല്ലെ. ഇപ്പൊ നമ്മൾ ഈ എന്താ കം ദ ബ്ലെസ്ഡ് ബാരിയർ ബിറ്റ്വീൻ ഡേ ആൻഡ് ഡേ എന്ന് പറയുമ്പോൾ ഉറക്കം ശരിക്കും അവിടെ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്, ഇങ്ങനെ അയാളെ നോക്കി നിൽക്കുന്ന ഒരു മനുഷ്യനാണെന്നുള്ള പോലെ. അതായത് അതിനോട് പറഞ്ഞാൽ മനസ്സിലാവില്ല, പക്ഷേ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെയുള്ള ടൈപ്പ് ഒരു പോയമാണ് ഇഫ് കേട്ടോ. അല്ല, ഇഫ് അല്ല, ടു സ്ലീപ്പ്. ദ എൻറ്റയർ പോയം ഇസ് ആൻ എപ്പോസ്ട്രോഫി. അപ്പൊ ആ പോയം തന്നെ നിങ്ങൾക്ക് അത് ഇൻ കേസ് അതിന്റെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ മേ ബി ഇതിന്റെ അപ്രിസിയേഷൻ ഇപ്രാവശ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം അല്ലെ എപ്പോസ്ട്രോഫി, ബിക്കോസ് വേർഡ്സ്വർത്ത് ഇസ് സ്പീക്കിംഗ് ഡയറക്ട്ലി ടു സ്ലീപ്പ്. സ്ലീപ്പിനോട് നേരിട്ട് സംസാരിക്കുകയാണ്. ആസ് ഇഫ് ഇറ്റ് വെയർ എ ബീയിങ് ദാറ്റ് കുഡ് ലിസൺ ടു സ്ലീപ്പ്. അപ്പൊ അത്രയാണ് മെയിൻ ആയിട്ടുള്ള പോയറ്റിക് ഡിവൈസസ്. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും പുതിയ പോയം തന്നു കഴിഞ്ഞാലും ആ പോയറ്റിക് ഡിവൈസസ് ഒരു 6 നിങ്ങൾ മനസ്സിലാക്കി വെച്ചല്ലോ. അലിട്രേഷനെ കുറിച്ചും ഞാൻ പറഞ്ഞു തന്നു, അതും നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെ ഇനി ഓരോ പോയമിന്റെ അകത്തു നിന്നുള്ള കുറച്ച് മെയിൻ ആയിട്ടുള്ള പോയറ്റിക് ഡിവൈസ് മിസ് പറഞ്ഞുതരാം. ഒന്ന് ഇഫിന്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ആനാഫോറ എന്ന് പറഞ്ഞാൽ ഇഫ് ഞാൻ ഓൾറെഡി പറഞ്ഞു. പെർസോണിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. മെറ്റഫറും ഓൾറെഡി പറഞ്ഞു.
സിംബോളിസം, ആ സിംബോളിസം ആണ് കിങ്സും ആൻഡ് കോമൺ ടച്ച്, അതൊക്കെ സിംബോളിസം ആണ് കേട്ടോ. നെക്സ്റ്റ് ഡെത്ത് ദ ലെവലറിന്റെ അകത്ത് ഓൾറെഡി നമ്മൾ പേഴ്സോണിഫിക്കേഷൻ ആണുള്ളത് ഓൾറെഡി പറഞ്ഞു. മെറ്റഫർ ആണ് ഏത് സ്കെപ്റ്റേഴ്സ് ആൻഡ് ക്രൗൺ സ്കൈത്ത് ആൻഡ് സ്പേഡ്, അതും ഞാൻ പറഞ്ഞു. ഓക്സിമൊറോൺ ആണ് എന്ത് വിക്ടർ വിക്ടിം എന്ന് പറയുന്നത് ഒരു ഓക്സിമൊറോൺ ആണ് ആൻഡ് അതൊരു ആലിട്രേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പിന്നെ ഇമേജറീസിൻ്റെതാണ് ബ്ലോസം ഇൻ ദ ഡസ്റ്റ് ആൻഡ് അതൊക്കെ തന്നെ ഇമേജറീസ് ആണെന്ന് പറയുന്നത് കേട്ടോ. അതായത് ബ്ലോസം ഇൻ ദ ഡസ്റ്റ് എന്ന് പറഞ്ഞാൽ മണ്ണിൽ വീണ് കിടക്കുന്ന ഒരു പൂവ് എന്നുള്ള രീതിക്കില്ലേ, നമ്മുടെ എന്താണ് ആ ബ്ലോസം ഇൻ ദ ഡസ്റ്റ്, നമ്മുടെ ഗുഡ് ഡീഡ്സ് അല്ലെ, നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇനി സൺറൈസ് ഓൺ ദ ഹിൽസിന്റെ അകത്ത് പേഴ്സോണിഫിക്കേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. സിമിലി അല്ലെ, ആ ഒരു എന്താ പറയുക ഡിഫീറ്റഡ് ആർമി പോലെ എന്ന് പറയുന്നില്ല, അതാണ് സിമിലി. മെറ്റഫർ എന്താണ്, ആ വാലീസ് ആർ ഡിസ്ക്രൈബ്ഡ് ആസ് ബീങ് ഇൻ എ വെയിൽ ഓഫ് ഗ്രേ അല്ലെ, ഒരു എന്താ പറയാ വെയില്, ഒരു പർദ്ദ ഇട്ട പോലെ എന്നുള്ള പോലെ പറയുന്നുണ്ട്. പിന്നെ വിഷ്വൽ ഓഡിറ്ററി ഇമേജറി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനി റെക്ക് ഓഫ് ദ ടൈറ്റാനിക്, അതിൻ്റെ അകത്തുനിന്നുള്ള സിമിലിയാണ് നേരത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞു ലൈക്ക് എ ഫിഷ് എന്ന് പറയുന്നത്. പിന്നെ പേഴ്സോണിഫിക്കേഷൻ അത് നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടോ. പേഴ്സോണിഫിക്കേഷൻ ആണ് ദ ഐസ്ബർഗ് ഇസ് പേഴ്സോണിഫൈഡ് ആസ് എ സൈലന്റ് ഗ്രിം കില്ലർ വെയിറ്റിംഗ് ഇൻ ദ ഡാർക്ക്. അവിടെ നിങ്ങൾ നോക്കിയാൽ ആ ഐസ്ബർഗിന് എന്താണ് ഒരു കൊലയാളിയായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. ദെൻ ഐറണി, ഐറണി എന്താണ്, ഐറണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം പറയും പക്ഷെ അതിന് വിപരീതമായിട്ടാണ്, അതിന് വിപരീത അർത്ഥമാണ് നടക്കുന്നത് കേട്ടോ. സോ അൺസിങ്കബിൾ എന്ന് പറയുന്ന ആ ഒരു ഷിപ്പ് അവിടെ മുങ്ങിപ്പോകുന്നു, അതാണ് അതിനകത്തുള്ള ഐറണി. ഇനി ആലിട്രേഷൻ ആണ് സൈലന്റ് സീ, പിന്നെ ഷഡറിങ് ഷിപ്പ്, അതൊക്കെ എന്താണ് ആലിട്രേഷൻ ആണ്. മക്കളെ ഇതൊക്കെ നിങ്ങൾ അറിയാത്ത കവിത വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആലിട്രേഷനും സിമിലിയും മെറ്റഫറൊക്കെ പിക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി ലാസ്റ്റ് നമ്മുടെ ടു സ്ലീപ്പിലാണ്. പേഴ്സോണിഫിക്കേഷൻ ആണ് എന്ത് ഞാൻ പറഞ്ഞല്ലോ, മദർ ഓഫ് ഫ്രഷ് തോട്ട്സ് എന്നുള്ളതും ആൻഡ് ബ്ലെസ്ഡ് ബാരിയർ ബിറ്റ്വീൻ ഡേ ആൻഡ് ഡേ, അത് രണ്ട് പേഴ്സോണിഫിക്കേഷൻ ആണ്. എപ്പോസ്ട്രോഫി ആണ് എന്ത് ദ എൻറ്റയർ പോയം ഇസ് ആൻ എപ്പോസ്ട്രോഫി അല്ലെ, ഒരു സ്ലീപ്പ് എന്ന് പറയുന്ന ഐഡിയനോട് അതിനെ അഡ്രസ് ചെയ്യുന്ന പോലെ പറയുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇമേജറീസ് ആണ്, നിറച്ച് ഇമേജറി ആണ് കേട്ടോ. ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, സൗണ്ട് ഓഫ് റെയിൻ, മർമറിംഗ് ഓഫ് ബീസ്, ഇത്ര എണ്ണെങ്കിലും ഒന്ന് ഓർത്ത് വെക്കാം. പിന്നെ മെറ്റഫർ ആണ് എന്ത് ആ പറയുന്ന ബ്ലെസ്ഡ് ബാരിയർ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ പോയറ്റിക് ഡിവൈസുമായി നിങ്ങൾ വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഒന്ന് കാണാപ്പാടം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ദോഷമില്ല കേട്ടോ. യെസ്, ഇനി മക്കളെ നമ്മുടെ +2 സൂപ്പർ ബാച്ചിൻ്റെക്കുള്ള അഡ്മിഷൻസ് ഇപ്പോൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ക്ലാസ് നമുക്ക് April 8 സ്റ്റാർട്ട് ആവുന്നുണ്ട്. സയൻസ് ആയിക്കോട്ടെ, കോമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഏത് ബാച്ചിലാണെങ്കിലും നിങ്ങൾ ഏത് പഠിക്കുന്ന കുട്ടിയാണെങ്കിലും നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക കേട്ടോ. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, താഴെ നിങ്ങളുടെ അഭിപ്രായം കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, ഇനി നെക്സ്റ്റ് വേറെ വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ വർണിത സൈനിങ് ഓഫ്. ബൈ.